ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇൻഫോനെ ഇന്നലെ നടന്ന BGMI തേർഡ് പാർട്ടി ഇവന്റ് ട്രിനിട്ര സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ടീം തമിഴാസ് ഒരു നല്ല കംബാക്കോട് കൂടിയിട്ട് ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 41 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 106 പോയിന്റോട് 5ാം സ്ഥാനത്തു നിന്നും 1ാം സ്ഥാനത്തേക്ക് തമിഴാസ് എത്തിയിരിക്കുകയാണ്. ഗോൾ ലൈക്കിനെ പിന്തള്ളിക്കൊണ്ടാണ് ആ ഒരു ആഷ് 1 പൊസിഷൻ തമിഴാസ് സ്വന്തമാക്കിയത്. സെക്കൻഡ് പൊസിഷനിൽ ഗോളിലേക്ക് എത്തിയിരിക്കുകയാണ് 96 പോയിന്റുമായിട്ട്. തേർഡ് നമ്മളെ മല്ലു ഓർഗയുള്ള നോണക്സ് എത്തിയിട്ടുണ്ട് 92 പോയിന്റുമായിട്ട്. നമ്മളെ മാക്ക് കളിക്കുന്ന ജെനിസസ് സ്പോർട്സിന്റെ വേറെ ലെവൽ കംബാക്ക് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചു. ഒരു ചിക്കണിനോടുകൂടി ഇന്നലെ 37 പോയിന്റ് ടീം സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 75 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. 16ാം സ്ഥാനത്തു നിന്നും 6ാം സ്ഥാനത്തേക്ക് നല്ലൊരു കംബാക്ക് ജെനിസസ് സ്പോർട്സിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലിഗ്ദ സ്പോർട്സ് 73 പോയിന്റായിട്ട് 7ാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് 16 ടീമുകളാണ് ഇതിൽ നിന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള നമ്മൾ ഈവിൾ കളിക്കുന്ന ജെൻ XFMന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല, അവർ പുറത്തായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫൈനൽസ് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ഇവന്റിലെ ചാമ്പ്യന്മാരാവുന്നത് എന്ന്. അടുത്ത ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ AKF പുതിയൊരു ഇനീഷ്യേറ്റീവ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒളിമ്പിക്സിലേക്ക് നമ്മളെ കേരളത്തിലെ പ്ലേയേഴ്സിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഇനീഷ്യേറ്റീവാണ് AKF അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ പ്ലേയേഴ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഇൻഫ്രാസ്ട്രക്ചറും ഫുൾ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നമ്മളെ കേരളത്തിലെ പ്ലേയേഴ്സിനെ ഒളിമ്പിക്സ് ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് പ്ലേയേഴ്സ് പല ഗെയിമിൽ BGMI മാത്രമല്ല വേറെയും ഒരുപാട് ഗെയിമുകൾ ഈ ഒരു സ്പോർട്സ് ലെവലിൽ ഒളിമ്പിക്സിൽ വരാനിരിക്കുന്നുണ്ട്. ആ ഒരു ഗെയിമിലൊക്കെ നമുക്ക് AKFന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് വേളറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ 1 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സ്പ്ലിറ്റ് 1 വീക്ക് 2 മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. വീക്ക് 1 നിങ്ങൾക്കറിയാം VLT RNTXും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക് 2 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് മാച്ച് തന്നെ റെക്കനിങ് വേഴ്സസ് VLT മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. VLTയുടെ ആ ഒരു അൺബീറ്റൺ ജേണി ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് വീക്ക് 2 കണ്ടറിയാൻ. സെക്കൻഡ് മാച്ചിൽ ആസ്ട്രിക്കും ടീം ഓറയും തമ്മിൽ മത്സരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മാച്ചുകൾ നോട്ട് വിൻ ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൽ CS2 ഗെയിമിൽ ഇത് നമ്മളെ ഇന്ത്യയിൽ നിന്നും ഗോഡ്സ് റെയിന് ഇൻവൈറ്റ് കിട്ടിയിരിക്കുകയാണ്. ആൾറെഡി ഗോഡ്സ് റെയിൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ള CS2 ഇവൻറ്റിലൊക്കെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏഷ്യ ക്ലോസ്ഡ് ക്വാളിഫയേഴ്സിലേക്ക് നമ്മളെ ഗോഡ്സ് റെയിന് ഡയറക്റ്റ് ഇൻവൈറ്റ് കിട്ടുന്ന. ഏകദേശം മില്യൺസ് പ്രൈസ് പൂളും ഇതിൽ വരുന്നുണ്ട്. ചൈനയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ലാൻ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഏപ്രിൽ ലാസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ലാൻ ഇവൻറ്റ് ചൈനയിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗോഡ്സ് റെയിൻ അതിലൊരു ഡോമിനേഷൻ കാഴ്ചവെക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ എടുത്തു പറയേണ്ടതിൽ ചാമ്പ്യന്മാരാവുന്ന ടീമുകൾക്ക് സ്പോർട്സ് വേൾഡ് കപ്പിൽ ഒരു സ്ലോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമുകൾ നമുക്ക് സ്പോർട്സ് വേൾഡ് കപ്പിൽ കാണണമെങ്കിൽ ഗോഡ്സ് റെയിന് ആ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന 2ാമത്തെ BGMI തേർഡ് പാർട്ടി ഇവന്റ് 1 ഗെയിം സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ എന്നതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറമിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് നമുക്കിതിൽ ഡേ 1 കാണാനായിട്ട് സാധിച്ചത്. മാച്ച് 3 3 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനെ സ്വന്തമാക്കിക്കൊണ്ട് ടോട്ടൽ 55 പോയിൻ്റായിട്ട് അവർ ആഷ് 1 പൊസിഷനിൽ ഫോറം നിൽക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ടീം തമിഴാസാണ് നിൽക്കുന്നത്. മാച്ച് 1 തന്നെ 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനെ സ്വന്തമായിക്കൊണ്ട് 51 പോയിൻ്റായിട്ട് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. തേർഡ് വസിഷ്ഠ നിൽക്കുന്നുണ്ട് 49 പോയിൻ്റായിട്ട്. നമ്മളെ ഷാഡോ ഒക്കെ കളിക്കുന്ന കാലിപ് 7 സ്പോർട്സ് 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവരുടെ ഫസ്റ്റ് 4 മാച്ചിൽ വെറും 8 പോയിന്റ് മാത്രമേ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളായിരുന്നു. പക്ഷേ മാച്ച് 5 നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ച് അവിടെ 13 പോയിന്റും ലാസ്റ്റ് മാച്ചിൽ 6 പോയിന്റും സ്വന്തമാക്കിയാണ്. ടോട്ടൽ 28 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു കംബാക്ക് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. സോള് 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 27 പോയിന്റുമായിട്ട്. നമ്മൾ മാക്ക് കളിക്കുന്ന ജെനിസസ് സ്പോർട്സ് ഏറ്റവും ലാസ്റ്റാണ് നിൽക്കുന്നത് 8 പോയിന്റുമായിട്ട്. സെമി ഫൈനൽസിൽ
ടോപ്പ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ 1 ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ഒരു കംബാക്ക് അവരും കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ടോപ്പ് ഫ്രാഗർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സിൻസിനാറ്റി കിഡിൻ്റെ മൈറ്റിയാണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത് 12 ഫിനിഷസോട് കൂടിയിട്ട്. ഇനി ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ബാക്കി ദിവസങ്ങൾ 2 ദിവസത്തിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇന്നു മുതൽ നമ്മളെ BGISൻ്റെ റൗണ്ട് 4 ഡേ 3 മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് 3യുടെയും ഗ്രൂപ്പ് 4ൻ്റെയും മത്സരങ്ങളായിരിക്കും. ഏതൊക്കെ മലയാളി ടീമുകളാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.